Welcome to Statistical Mechanics for PG students. Okay, Planck's radiation law, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ച് ഒന്ന് ഡിറൈവ് ചെയ്യാം. പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ ഒറിജിനൽ ഫോമിൽ പിന്നീട് വേറൊരു പോസ്റ്റിംഗ് ഞാൻ ഡിറൈവ് ചെയ്യും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. നമുക്കറിയാം, ലൈറ്റ് ഫോട്ടോൺ തിയറി അനുസരിച്ച് ലൈറ്റ് ഫോട്ടോൺസിൻ്റെ കളക്ഷനാണ്, അല്ല ഫോട്ടോൺ ഗ്യാസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു എൻക്ലോഷറിൽ റിഫ്ലക്റ്റിംഗ് സർഫസസ് ഉള്ള എൻക്ലോഷറിൽ അടച്ചു വച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇത് ഈ വോൾസിൽ തട്ടി റിഫ്ലക്ഷന് വിധേയമാകും. എന്നിട്ട് അതിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യും. പല മോഡിലുള്ള സ്റ്റാൻഡിങ് വേവ്സ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പോൾ ഡീജനറസി ഫാക്ടർ GI, ഡിസ്ട്രിബ്യൂഷൻ ലോയിലൊക്കെ വരുന്നത് G ഫാക്ടർ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഉപയോഗിക്കണം. മാത്രമല്ല, ഇവിടെ ഫോട്ടോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഒരു കോൺസ്റ്റൻ്റ് അല്ല. ഈ ബ്ലാക്ക് ബോഡി എൻക്ലോസ് ചെയ്തിരിക്കുന്ന വെസലിൻ്റെ വാൾസിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ വൈബ്രേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഫോട്ടോൺസ് എമിഷൻ നടക്കാം, അബ്സോർപ്ഷൻ നടക്കാം. അപ്പോൾ NI ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ളത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയിൽ വരുന്ന ആൽഫ 0, ലഗ്രാഞ്ച് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയർ ആൽഫ 0 എന്നങ്ങ് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് കാണാം. L എഡ്ജുള്ള ഒരു ക്യൂബിക്കൽ എൻക്ലോഷർ, ഇത് എക്സ് ആക്സിസ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ. ഇതിലിപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് നോക്കിയാൽ സ്റ്റാൻഡിങ് വേവ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് ഇതാ. എപ്പോഴും വോൾസ് നോഡൽ പ്ലെയിൻസ് ആയിട്ട് വർക്ക് ചെയ്യും. സ്ട്രിങ്ങിലെ റിജിഡ് എൻസിൽ നോഡ് വരുന്നത് പോലെ ഫസ്റ്റ് മോഡ് ഇത് വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് L ഈക്വൽസ് λ/2, ഫോർ λ ഈക്വൽസ് 2L. സെക്കൻഡ് മോഡ് എന്ന് പറയുമ്പോൾ 2 ലൂപ്സ് കാണാം. അപ്പോൾ L ഈക്വൽസ് 2λ/2 ഓർ λ ഈക്വൽസ് 2L/2. ഇതുപോലെ അടുത്തത് λ ഈക്വൽസ് 2L/3 ആൻഡ് സോ ഓൺ. അപ്പം ജനറലായിട്ട് λ ഈക്വൽസ് 2L/nx എന്ന് എഴുതാം, വേർ nx ഈസ് എ ക്വാണ്ടം നമ്പർ 1, 2, 3 etc. representing a particular mode. nx1 എന്ന് പറയുമ്പോൾ ഫണ്ടമെൻ്റൽ മോഡ്, അടുത്തത് ഓവർ ഹാർമോണിക്സ് ആയിട്ട് വരും. ഇനി ഡി ബ്രോഫ് തിയറി അനുസരിച്ച് മൊമെൻറ്റം കമ്പോണൻറ്റ്, എക്സ് കമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റം Px ഈക്വൽസ് h/λ. ഈ λ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ nx h/2L. ഇതുപോലെ Py ഈസ് ny h/2L. Pz ഈക്വൽസ് nz h/2L. For nx ഈക്വൽസ് ny ഈക്വൽസ് nz ഈക്വൽസ് 1, ഇതെല്ലാം 1 ആണെങ്കിൽ, nx ny nz എല്ലാം 1 ആണെങ്കിൽ ഡെൽറ്റ Px ഇൻറ്റു ഡെൽറ്റ Py ഇൻറ്റു ഡെൽറ്റ Ps ഈക്വൽസ് h/2L⁻³ എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ മൊമെൻറ്റം സ്പേസ് എന്ന് പറഞ്ഞാൽ Px ഒരു ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നു, Py മറ്റൊരു ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നു, Pz മൂന്നാമതൊരു ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഫേസ് സ്പേസ്, അതിനെ ഫേസ് സ്പേസ് എന്ന് വിളിക്കുക. ആ ഫേസ് സ്പേസിൽ ഒരു യൂണിറ്റ്സ് അല്ല h/2L⁻³ ദി വോളിയം ഓഫ് മൊമെൻറ്റം സ്പേസ് പെർ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മൊമെൻറ്റം സ്പേസിൻ്റെ അളവാണ്
ഇത്. ഇനി ഇപ്പോൾ പി ഇതിപ്പോൾ 2 ഡയമെൻഷൻ 2 കമ്പോണൻസ് എടുത്ത് കാണിച്ചിരിക്കുക, പി എക്സും പി വൈയും. പി ഇസഡ് 0 എന്നിരിക്കട്ടെ. ഇതിൽ ഒരു പി മൊമെൻറ്റവും പി പ്ലസ് ഡി പി മൊമെൻറ്റവും ഉള്ള സർഫസസ് എടുക്കുക. അപ്പോൾ 3 ഡയമെൻഷൻ കേസിൽ ഇതൊരു സ്ഫിയറായിട്ട് വരും. അപ്പോൾ ഇതൊരു സ്ഫെറിക്കൽ ഷെല്ലായിട്ട് വരും. എങ്കിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫാക്ടർ ജി പി ഡി പി എന്ന് പറയുന്നത് 2 × 1/8 × 4πp² dp h/12⁻³ ഇതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കി. ഇതിൻ്റെ പി റേഡിയസ് ഉള്ള സ്ഫിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πp², 4πr², 4πp². എങ്കിൽ അതിൻ്റെ ഈ തിൻ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് 4πp² dp. ഇതിനെ സ്റ്റേറ്റ്സ് വോളിയം പെർ യൂണിറ്റ് സ്റ്റേറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കിട്ടും. ഇത് 1/8 ഇടാം. അപ്പോൾ ഇത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എൻക്ലോസ്ഡ് ബൈ ദി സ്ഫിയർ ഓഫ് റേഡിയസ് ആർ പി. എങ്കിൽ എൻ എക്സ് പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് മൊത്തം ഈ സ്ഫിയറിനെ 8 ഈക്വൽ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലെ ഒരു പാർട്ടാണ് ഇത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ എൻ എക്സ് പോസിറ്റീവ് ആകുന്നത്. അപ്പോൾ എൻ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇതിൻ്റെ 8-1 എടുക്കണം. നിങ്ങൾ ഒരു ആപ്പിളിനെ ഇതേ ഷേപ്പിൽ മുറിച്ചെടുത്താൽ 8 പീസ് കിട്ടും, നോക്കാവുന്നുള്ളേ ഉള്ളൂ. ഇനി 2 ഫാക്ടർ വരുന്നത് റൈറ്റ് സർക്കുലർ പോളറൈസേഷൻ, ലെഫ്റ്റ് സർക്കുലർ പോളറൈസേഷൻ, ഈ 2 പോളറൈസേഷൻ സ്റ്റേറ്റിനെ കാണിക്കാനാണ് 2 വരുന്നത്. അപ്പോൾ 1/8 as positive values of nx are required. 2 comes because 2 types of polarization, right and left circular polarization are there. ഇനി എൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ വി എന്നിരിക്കട്ടെ, വോളിയം ഓഫ് ദി ക്യാവിറ്റി, ക്യൂബിക്കൽ ക്യാവിറ്റി. എങ്കിൽ ഇപ്പോൾ ജി പി ഡി പി ഈക്വൽസ് 8π, ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8π, ഈ എൽ ക്യൂബ് ഒക്കെ മുകളിൽ ചെല്ലും, 8π(v)p² dp/h³ എന്ന് വരും. ഇനി ഫോട്ടോൺസിന് നോക്കിയാൽ ലൈറ്റിൻ്റെ ഡ്യുവൽ ക്യാരക്ടർ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫോട്ടോൺസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഫോട്ടോൺ എനർജി ഇ ഈക്വൽസ് പി സി ആണ്, മൊമെൻറ്റം ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. therefore ഡി ഇ ഈക്വൽസ് സി ഈസ് എ കോൺസ്റ്റൻറ്റ് സി ഡി പി. ഇവിടുന്ന് പി എടുക്കാം E/c, ഇവിടുന്ന് ഡി പി എടുത്താൽ DE/c, അതെടുത്ത് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്ഫോമിങ് ഇക്വേഷൻ 1 ടു എനർജി. അപ്പോൾ നമ്മൾ സ്മോൾ ജി ഇ ഡി ഇ എന്നീ ഫാക്ടർ എഴുതും. GE/DE ഈക്വൽസ് ഇതിൽ നിന്നും പിയും ഡി പി എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 8π(v)e² DE/h³ ഇനി നമുക്ക് ഇവിടെ ബോസൈൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കേണ്ട, കാരണം ഫോട്ടോൺസ് ആർ ബോസോൺസ് വിത്ത് സ്പിൻ 1. അപ്പോൾ ബോസൈൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുല ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് 3 ക്ലാസിക്കലും ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സും ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഗ്രാജുവേഷൻ BSc ടോപ്പിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ PGക്കാർക്ക് ഡെറിവേഷൻസ് ആവശ്യമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതെടുത്ത് നോക്കാം താല്പര്യമുള്ളത്. അപ്പോൾ BE ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ NI എപ്സിലോൺ I എനർജി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് NI ഈക്വൽസ് GI/e⁻α + β∈I-1. ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kT ആണ്. ആൽഫ 0 സിൻസ് NI is a constant or sigma delta NI is different from 0. This is equal to 0 എന്നുള്ള ആ ഇക്വേഷൻ ആൽഫ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിവിടെ ഡെൽറ്റ NI, സിഗ്മ ഡെൽറ്റ NI അല്ലെ NI is not a constant, അതുകൊണ്ട് ആൽഫ ഇവിടെ വരുന്നില്ല, അത് 0 എന്ന് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് NEDE
E NEDE ഈക്വൽസ് 8 പൈ GEDE. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്ന് NEDE എന്നുള്ളത് നമുക്ക് ഈ ഫോർമുല എഴുതാം. GEDE ബൈ E ബൈ KT ആൽഫ 0 ബീറ്റ 1 ബൈ KT. അപ്പോൾ E ബൈ KT എപ്സിലോൺ ആയിക്ക് വരെ ഞാൻ E എന്ന് കൊടുക്കുന്നു. E ബൈ KT മൈനസ് 1 ഓർ NEDE ഈക്വൽസ് ഈ GEDE ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. GEDE അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 പൈ VE ക്യൂബ് DE ബൈ H ക്യൂബ് C ക്യൂബ് E മൈനസ് KT മൈനസ് 1 എങ്കിൽ എനർജി ഡെൻസിറ്റി റോ ന്യൂ ഡി ന്യൂ ഈക്വൽസ് ഒരു ഫോട്ടോണിൻ്റെ എനർജി എച്ച് ന്യൂ ആണ്. അപ്പോൾ NEDE ഈ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി H ന്യൂ ഇൻറ്റു NEDE എങ്കിൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ബൈ വോളിയം ബൈ വി. ഇനി E ഈക്വൽസ് H ന്യൂ, ഫോർ DE ഈക്വൽസ് H ഇൻറ്റു ഡി ന്യൂ. ഇതും കൂടി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് റോ ന്യൂ ഡി ന്യൂ ഈക്വൽസ് 8 പൈ H ബൈ C ക്യൂബ് ഇൻറ്റു ന്യൂ റേസ് ടു 3 ബൈ E ബൈ KT മൈനസ് 1 ഇൻറ്റു ഡി ന്യൂ എന്ന് വരും. ഇതിനെ ലാംഡയിലേക്ക് കൊണ്ടുവരാം. കാരണം ലാംഡ ഈക്വൽ C ബൈ ന്യൂ ഈക്വൽ C ബൈ ലാംഡ എങ്കിൽ ഡി ന്യൂ ഈസ് C ഇൻറ്റു മൈനസ് 1 ബൈ ലാംഡ സ്ക്വയർ ഡി ലാംഡ. ഇതിൻ്റെ മോഡുലസ് എടുത്താൽ മതി, ആ മൈനസ് കൊടുക്കണ്ട. അപ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് റോ ന്യൂ റോ ലാംഡ ഡി ലാംഡ ഈക്വൽസ് 8 പൈ HC ബൈ ലാംഡ റേസ് ടു 5 ഇൻറ്റു ഡി ലാംഡ ബൈ HC ബൈ ലാംഡ KT മൈനസ് 1. ഇതാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ എന്ന് പറയുന്നത്. എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയത്തിലുള്ള ഫോർമുല. ഇത് എക്സ്പെരിമെൻ്റൽ ഗ്രാഫുമായിട്ട് പെർഫെക്റ്റായിട്ട് യോജിക്കുന്നുണ്ട്. ഇതാണ് എക്സ്പെരിമെൻ്റൽ ഗ്രാഫ് അറ്റ് എ ടെമ്പറേച്ചർ വെൻ ദി എൻക്ലോഷർ ഈസ് അറ്റ് ടെമ്പറേച്ചർ T. ഇത് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഞാൻ ചർച്ച ചെയ്യും. ഇപ്പോൾ തെർമൽ റേഡിയേഷൻ എടുത്തു, ഇനി തെർമോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും. അന്നേരം കൂടുതൽ കാര്യം നമ്മൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഡിഗ്രി ക്ലാസ്സിൻ്റെ ഭാഗങ്ങളും കൂടെ പോസ്റ്റിങ്ങുകളൂടെ നിങ്ങൾ എടുത്തു നോക്കുക. ഇറ്റ് മേ ബെനിഫിറ്റ് യു. താങ്ക് യു.